അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അടുക്കള, അല്ലേ? ഈ ഒരു അടുക്കളയിൽ വെച്ചാണ് വീട്ടിലുള്ള എല്ലാവർക്കും ഭക്ഷണം പാകം ചെയ്യുന്നതും ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്നതും. അതുകൊണ്ട് തന്നെ ഏറ്റവും വൃത്തിയോടുകൂടി കൊണ്ടു നടക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് അടുക്കള. പക്ഷേ നമ്മൾ ആരും തന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന 5 ചെറിയ കാര്യങ്ങൾ, നമ്മുടെയൊക്കെ ഉമ്മമാര് അല്ലെങ്കിൽ ഭാര്യമാര് വീട്ടിൽ ചെയ്യുന്ന 5 ചെറിയ തെറ്റുകൾ വീട്ടിലുള്ളവരെ വലിയ ദുഃഖത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള ബർക്കത്ത് നഷ്ടപ്പെടും, ദാരിദ്ര്യം കൂടും, പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ നമ്മളിൽ അനുഭവപ്പെടും. രോഗങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, പകർച്ചവ്യാധികൾ ഒക്കെ നമ്മളെ വല്ലാതെ അലട്ടും. ഉമ്മമാര് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാര് വീടുകളിൽ ഈ 5 തെറ്റുകൾ ചെയ്യുന്നത് മൂലം. ഏതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്, നമ്മളെ മരണത്തിലേക്ക് തന്നെ നയിക്കുന്ന ആ 5 തെറ്റുകൾ എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, മിക്ക വീടുകളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്, രാത്രി അത്താഴം കഴിച്ച് അത് കഴുകി വൃത്തിയാക്കാതെ കിടന്ന് ഉറങ്ങുന്നത് ശീലം. ഈ ഒരു തെറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ വലിയ വലിയ ആപത്തിലേക്കാണ് കൊണ്ടു ചെല്ലുന്നത്. നമ്മൾ തന്നെ നമ്മളെ അവിടെ എത്തിക്കുകയാണ്. രണ്ടാമത്തെ തെറ്റാണ് ഭക്ഷണവും വെള്ളത്തിന്റെ പാത്രം തുറന്നു വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണങ്ങൾ അടച്ചു വെക്കുക, വെള്ളം കെട്ടിവെക്കുക. കാരണം ഇതുമൂലം നമ്മുടെ വീടുകളിൽ ഈച്ച, പല്ലി ശല്യങ്ങൾ വർദ്ധിക്കും. അതുമൂലം നമുക്ക് പകർച്ചവ്യാധികൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ ഒക്കെ പിടിപെടാൻ കാരണമുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുവൻ ബിസ്മി ചൊല്ലി ഒരു പാത്രം അടച്ചു വെക്കുകയാണ് എങ്കിൽ അതിൽ ഒരു പിശാചും ഒരു മാരകമായിട്ടുള്ള ഒരു ആപത്തും ആ ഭക്ഷണത്തെയോ ആ വെള്ളത്തെയോ ബാധിക്കുകയില്ല. അതുകൊണ്ട് എല്ലാവരും ബിസ്മി ചൊല്ലി പാത്രങ്ങൾ അടച്ചു വെക്കുക. മൂന്നാമത്തെ തെറ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റാണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നു, അല്ലെങ്കിൽ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു മറ്റൊരാൾക്ക്. അന്നേരം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അരിമണി താഴെപ്പോയി, ഒരു വറ്റ് ചോറ് താഴെപ്പോയി, അത് നമ്മൾ വേസ്റ്റായിട്ട് കളയുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള ആ ഒരു ചോറ് നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം കഴിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വേസ്റ്റായി കളയുന്ന ഭക്ഷണങ്ങൾ ഭക്ഷിക്കുന്നത് പിശാചാണ്. അങ്ങനെ ചെയ്യാതിരിക്കുക. നമുക്ക് വേണ്ടാത്ത ഭക്ഷണങ്ങൾ നമ്മൾ മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ അതുപോലെ കഴിക്കുന്ന എന്തെങ്കിലും പക്ഷികൾക്കോ കൊടുക്കുക, അല്ലാതെ വേസ്റ്റായിട്ട് തള്ളിക്കളയാതിരിക്കുക. ഇനി നാലാമത്തെ കാര്യമാണ്, ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം മാത്രം പാചകം ചെയ്യുക. ഒരിക്കലും ഭക്ഷണം വെച്ചിരുന്നിട്ട് വേസ്റ്റാക്കി കളയാതിരിക്കുക. ഇപ്പോൾ ഒരു വീട്ടിൽ 3 പേര് അല്ലെങ്കിൽ 4 പേര് ഉണ്ട് എങ്കിൽ അവർക്ക് മാത്രം കഴിക്കാൻ പറ്റും ഭക്ഷണം വെക്കുക. അല്ലാതെ തികഞ്ഞില്ലെങ്കിലോ കുറച്ചും കൂടി അരിയിടാം, അല്ലെങ്കിൽ കറി വെക്കാം, രാത്രിത്തേക്ക് കിട്ടിയില്ലെങ്കിലോ എന്നും പറഞ്ഞ് കൂടുതൽ ഇട്ടിട്ട് ലാസ്റ്റ് കഴിക്കാൻ പറ്റാതെ അത് പിറ്റേ ദിവസം എടുത്ത് കളയും. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ ഈ ചെറിയ ചെറിയ ഈ തെറ്റുകൾ കൊണ്ട് നമുക്ക് വലിയ വലിയ ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിച്ച് തന്നെ ഇതൊക്കെ കൈകാര്യം ചെയ്യുക. അഞ്ചാമത്തെ തെറ്റാണ്, നമ്മൾ അടുക്കള അടിച്ചു വാരിയതിനു ശേഷം തൂത്ത് കളഞ്ഞ് വേസ്റ്റ് അടുക്കളയുടെ ഒരു മൂലയ്ക്ക് തൂത്ത് കൂട്ടി വെക്കുക. ഇതൊക്കെ വലിയ വലിയ തെറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമുക്ക് ഭാവിയിൽ ചിലപ്പോൾ നമ്മുടെ എല്ലാ ബർക്കത്തുകളും നഷ്ടപ്പെടും. നമ്മുടെ കടങ്ങൾ നമ്മുടെ വീടുകളിൽ കൂടും. നമ്മുടെ ഭർത്താവ് ഇനി എന്തൊക്കെ ജോലി ചെയ്തെന്ന് പറഞ്ഞാൽ പോലും നമുക്കൊരു തൃപ്തി വരില്ല. കാരണം കൊണ്ടുവരുന്ന പൈസ മുഴുക്കാതെ പോകും. നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ തെറ്റുകൾ മൂലമാണ്. അതുകൊണ്ട് എല്ലാ ഉമ്മമാരും എല്ലാ ഭാര്യമാരും ഈ ഒരു 5 കാര്യങ്ങൾ ഇന്ന് മുതൽ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യുന്നവരാണ്, നമസ്കരിക്കുന്നവരാണ്, എന്നിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്തൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റിവെക്കുക എന്നല്ല, അതൊക്കെ അങ്ങ് നിർത്തുക, ഉപേക്ഷിക്കുക.
ഇൻഷാ അല്ലാ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.